ചാനൽ സോൾട്ട് ആൻഡ് പെപ്പർ. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്കിന്ന് പുതിയൊരു കാര്യം പഠിച്ചാലോ? വളരെ ഈസി അല്ലെങ്കിൽ ഉടായ്പ പണി എന്ന് പറയുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇതെൻ്റെ ഒരു ഓൾഡ് ചുരിദാറാണ്. കണ്ടോ, നല്ല കളറല്ലേ? ഇത് ഞാൻ തയ്ച്ചിട്ട് എത്ര വർഷമായെന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും ഞാൻ ഇതിനെ ഒത്തിരി ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്കൊന്നും എൻ്റെ ചുരിദാറുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചൊരു ചുരിദാറായതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും കൊള്ളാം. അന്ന് തയ്ച്ച വർക്കാണ്. പക്ഷേ ഇതിൻ്റെ ഫ്രണ്ടിൽ ജസ്റ്റ് ബട്ടണാണ് വെച്ചേക്കുന്നത്. ഈ ബട്ടൺ ശരിക്കും പറഞ്ഞാൽ ഞാൻ കണ്ടു മടുത്തു. അപ്പോൾ ഇത്ര പഴയ ചുരിദാറുകൾ, നമ്മൾ ഇട്ടും മടുത്ത ചുരിദാറുകളെ നമുക്ക് വീണ്ടും ഇടാൻ തോന്നുന്ന രീതിയിൽ നമുക്ക് അതിനെ കുറച്ച് വർക്കുകൾ ചെയ്ത് മാറ്റിയെടുക്കാം. അതേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ, ശരിയല്ലേ? അതുകൊണ്ട് തന്നെ ഈ ബട്ടനെ നമുക്ക് റിമൂവ് ചെയ്തിട്ട് നമുക്കിവിടെ വേറൊരു വർക്ക് ചെയ്യാം. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഇതിനെല്ലാം കട്ട് ചെയ്ത് ദൂരെ കളയട്ടെ. ഓക്കെ, ഇവരൊക്കെ ആണെങ്കിൽ ചത്താലും ഞാൻ ഇതേ ഇറങ്ങി പോകത്തില്ല എന്നുള്ള രീതിയിലാണ് അവരൊക്കെ ഇരിക്കുന്നത്. അവരെയൊക്കെ ഞാൻ മുറിച്ചത് ഇതുപോലെ കളയും. എന്നാൽ ഇത്രയും കാലം ഇരുന്നതിന് അവരോട് നന്ദിയുണ്ട് കേട്ടോ. എന്തായാലും ഇവരെ നമുക്ക് മുറിച്ച് കളഞ്ഞേക്കാം. ഇതാ, ഇവിടെ നമുക്ക് വേറൊരു വർക്കാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ നമ്മളിന്ന് എന്താ ചെയ്യുന്നത്? ഉടായ്പ പരിപാടി. അപ്പോൾ ഉടായ്പ പരിപാടി ആർക്കും ചെയ്യാൻ പറ്റും. അത് ചെയ്യാൻ പറ്റാത്തവരായിട്ട് ആരുമില്ല. ഏത് ഉടായ്പും നമ്മൾ ഏറ്റെടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിനെ കംപ്ലീറ്റ് ആയിട്ടും ഇതിലുള്ള ബാക്കിയുള്ള നൂലും കാര്യങ്ങളെല്ലാം പറിച്ചു കളഞ്ഞിട്ട് ഞാൻ കാണിക്കാം. ഇനി ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. നമുക്ക് ഷോപ്പുകളിൽ ഇതുപോലെ റെഡി ടു ഫിക്സ് ചെയ്യാവുന്ന വർക്കുകൾ കിട്ടും. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതേ മിറേഴ്സും ബീഡ്സും ഒക്കെ വെച്ച്, കല്ലുകളൊക്കെ വെച്ച് നല്ല ഭംഗിയുള്ള വർക്കുകൾ കിട്ടും. അത് നമുക്ക് ജസ്റ്റ് വാങ്ങിക്കൊണ്ട് വരിക, ഇതേ ഫിറ്റ് ചെയ്യുക, പണി തീർക്കുക. പെട്ടെന്ന് പണി ചെയ്ത് തീർക്കാൻ പറ്റും. നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പായിട്ട് പറയാം. ത്രെഡ് ഹൗസുകളിലും ഇങ്ങനത്തെ ആക്സസറീസ് കിട്ടുന്ന കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ മതി. ഈ തയ്യലിൻ്റെയൊക്കെ സാധനങ്ങൾ കിട്ടുന്ന കടകളുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഏത് മോഡൽ വരും വാങ്ങിക്കാൻ കിട്ടും. ഇത് എളുപ്പത്തിലുള്ള കാര്യം ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. ഇതിന് ശേഷം ഇനി വരുന്ന വീഡിയോകളിൽ ഞാൻ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്, സ്വന്തമായിട്ട് തന്നെ നമ്മൾ സെപ്പറേറ്റ് മിറർ വാങ്ങിച്ചു, ബീഡ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് അതെങ്ങനെയാണ് ഫിറ്റ് ചെയ്തെടുക്കുന്നതോടെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം. എന്തായാലും ഈ മെത്തേഡ് നമുക്ക് ആദ്യം ഒന്ന് കണ്ടു നോക്കാൻ എങ്ങനെയാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇത് കണ്ടല്ലോ. നമുക്ക് അതുപോലെ തന്നെ എൻ്റെ കുറച്ച് വർക്ക്സ് കൂടി ഉണ്ട്. ഇതാ, ഇങ്ങനത്തെയൊക്കെ വർക്ക്സുകൾ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. നല്ല ഭംഗിയില്ലേ? അപ്പം ഞാൻ ഓർത്ത് ഏത് വർക്ക് വെച്ച് കൊടുക്കണമെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നി ഞാൻ ഇതിനെ ഇപ്പം ജസ്റ്റ് ഒന്ന് ഫിറ്റ്, എന്തായാലും നിങ്ങളെ കാണിക്കുവാൻ വേണ്ടിയും പിന്നെ എൻ്റെ ചുരിദാറിന് ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതിയുമാണ് നമ്മൾ ഈ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിന് ഏകദേശം നെക്കിൻ്റെ ജസ്റ്റ് താഴ്ഭാഗത്തേക്ക് കണ്ട് ഫിക്സ് ചെയ്യാൻ പോകണം. ഇങ്ങനെയുള്ള പരിപാടി നിങ്ങൾ ഈ സാധനം കണ്ടിട്ടില്ലേ? അപ്പോൾ എല്ലാവരും ഇത് വാങ്ങിച്ച് ട്രൈ ചെയ്യണം. വളരെ ഈസിയാണ്. അപ്പോൾ ഈ സംഭവം നമുക്ക് ആദ്യം നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഏത് തുണിയിലാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിലേക്ക് ഫിക്സ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് തയ്ച്ച് പിടിപ്പിക്കാം, ഇത് തുന്നി പിടിപ്പിക്കാം. സാധാരണ നീഡിലും നൂലും ഉപയോഗിച്ച് തുന്നി പിടിപ്പിക്കാം. അപ്പോൾ അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പറഞ്ഞു തരണോ? ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫാബ്രിക് ഗ്ലൂ ആദ്യം വെച്ചിട്ട് അതിലേക്ക് ഫിക്സ് ചെയ്ത് ഉണങ്ങി കഴിയുമ്പോൾ ഫിറ്റ് ആയിട്ടിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് സൈഡിൽ കൂടെ ഇതിനെ ഒന്ന് തയ്ച്ചെടുക്കാം. എന്ത് പറയുന്നു? അപ്പോൾ ഇത് ഫിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ചുരിദാറിൻ്റെ സെൻറ്റർ ഭാഗത്ത് തന്നെയാണോ എന്ന് കേട്ടോ. സെൻറ്റർ ഭാഗം നോക്കി ഇതിനെ നന്നായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അതാണിപ്പോൾ ഞാൻ ചെയ്തേക്കുന്നത്. ഇപ്പം മിറർ നന്നായിട്ട് ഇതിലേക്ക് ഫിക്സ് ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗി തോന്നില്ലേ? ഇനിയാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഇതിന് ചുറ്റും കുറച്ച് ബീഡ്സുകൾ വെച്ച് കൊടുക്കാം. ഓക്കെ, കുഞ്ഞി അരിമുത്തുകളില്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ? കുഞ്ഞൊരു ബീഡ്സുകൾ. ഇതാ ഇതുപോലത്തെ കുഞ്ഞൊരു ബീഡ്സാണ് ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അവരെ ഇതിന് ചുറ്റും ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ തന്നെ ഇതിൻ്റെ ലുക്കൊക്കെ നന്നായിട്ട് മാറും. ഇതാ കുഞ്ഞരി മുത്തുകൾ കണ്ടല്ലോ. ഇവരെ കോർത്തെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ക്ഷമയുടെ നെല്ലിപ്പല കാണിക്കുന്ന കുഞ്ഞുമുത്തുകളാണ് ഇവർ. എന്തായാലും ഇവരില്ലാതെ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇവരെ ഒന്ന് തയ്ച്ചെടുക്കാമെന്ന് വിചാരിച്ചു. തയ്ക്കുന്ന എങ്ങനെയാണെന്ന് അറിയാമല്ലോ. സാധാരണ നമ്മൾ തയ്ച്ച് മുത്ത് പിടിപ്പിക്കുന്ന പോലെ തന്നെ ഈ കുഞ്ഞിരി മുത്തുകളെ നമ്മളാലാവും വിധം ഈ ലോകം മുഴുവൻ തയ്ച്ചു പിടിപ്പിക്കാം. ഓക്കെ, നമുക്ക് അടുത്തടുത്ത് മുത്തുകൾ വെച്ച് തയ്ച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനെ കുറച്ച് അകത്തി തയ്ക്കാം. മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. അപ്പം ഞാൻ ഈ കുറച്ച് തയ്ച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. അല്ലെങ്കിൽ പിന്നെ എന്താ പറയുന്നത്, നിങ്ങളും ബോറടിച്ച് ഒരു പരിവാവും. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് തയ്ച്ചതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ അല്ലേ? കണ്ടോ? ആദ്യം ഞാൻ ഇതിന് ഗ്ലൂ ഉപയോഗിച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. അതിനുശേഷം ഗോൾഡ് കളറിലെ നൂലും അതുപോലെ സൂചിയൊക്കെ ഉപയോഗിച്ച് ഞാനിതിനെ അരികന്ന് സാധാരണ നമ്മൾ ഏടി എടുക്കുന്ന പോലെ ഒന്ന് തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ പിന്നെ ഒരിക്കലും അത് അവിടെ നിന്ന് ഇളകത്തില്ല. പിന്നെ അതിൻ്റെ ചുറ്റും ഈ കാണുന്ന പോലത്തെ കുഞ്ഞിരി ഗോൾഡ് മുത്തുകളുടെ
നൂല് കൊണ്ടുവന്ന് തയ്ച്ച് പിടിപ്പിച്ചു. കണ്ടോ? നിങ്ങൾക്ക് ഇനി തയ്ച്ച് പിടിപ്പിക്കാൻ മടിയുള്ളവരാണെങ്കിൽ ഫാബ്രിക് ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ചു കഴിഞ്ഞാൽ മതി. ഇത് അങ്ങനെ പൊഴിഞ്ഞു പോരത്തില്ല നല്ല ഫാബ്രിക് ഗ്ലൂ ആണെങ്കിൽ. അതുമല്ല ഈ കുഞ്ഞിരി മുത്തുകൾ ഒട്ടും വെയിറ്റ് ഒന്നും ഇല്ലല്ലോ, അതവിടെ പറ്റി ചേർന്നിരുന്നോളൂ, നമ്മൾ റൈൻ സ്റ്റോണിൻ്റെ കാര്യം പറഞ്ഞ പോലെ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒന്നും തന്നെ. ലൈറ്റിൻ്റെ വെട്ടത്തായിട്ടാണ് നിങ്ങൾക്ക് വർക്ക് അധികം വിസിബിൾ ആയിട്ട് തോന്നാത്ത ഈ കുഞ്ഞിരി മുത്തുകൾ. പക്ഷേങ്കിൽ ഇവർ നന്നായിട്ട് തന്നെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പോൾ നിങ്ങൾ കോൺട്രാസ്റ്റ് കളറിലെ ഷോളാണ് ഇതിൻ്റെ കൂടെ ഇടുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കളറിലെ മുത്തുകൾ ഇതുപോലെ കുഞ്ഞിരി മുത്തുകൾ ഗോൾഡിൻ്റെ കൂടെ ഇടകലർത്തി ചെയ്യുകയോ നിങ്ങൾക്ക് എങ്ങനെ വേണേലും ചെയ്തെടുക്കാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. എനിക്ക് ഇതിനകത്ത് അവിടെ ഒരു റൈൻ സ്റ്റോണോട് ചെയ്യാൻ തോന്നുന്നുണ്ട്. അതുകൂടെ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഒരു ഗ്ലിറ്ററി എഫക്റ്റ് ഇതിന് വരും, ഒന്നുകൂടെ ഒരു ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതാ ഇവിടെ കൈ കണ്ടോ, ഇത് കൈ പ്ലെയിൻ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കയ്യിലും ഇതുപോലെ ഒരു കൊച്ചു മിറർ വർക്ക്, ഇതുപോലത്തെ ചെറിയ ചെറിയ മിറർ വർക്ക് കിട്ടും വേണമെങ്കിൽ ചെയ്യാം. എനിക്ക് ഒത്തിരി ടൂ മച്ച് വർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. കണ്ടായിരുന്നല്ലോ ഇതിൻ്റെ ഷേപ്പ് കണ്ടോ. ഞാനിപ്പം മുത്ത് ചെയ്ത് തന്നപ്പോൾ ഏകദേശം ഒരു ആലയിലെ ഷേപ്പിൽ അങ്ങ് ജസ്റ്റ് സിമ്പിളായിട്ട് അങ്ങ് ചെയ്തു, ഒരു ഓവൽ ഷേപ്പ് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ചുറ്റും നമ്മൾ മുത്തൊട്ടിച്ച് തന്നപ്പോൾ ഒരു ആലിലെ ഷേപ്പ് ഏകദേശം ചെയ്തു. ഇത് ഞാൻ പ്ലാൻ ചെയ്തൊന്നുമല്ല, നമ്മളങ്ങനെ അതിൻ്റെ ചുറ്റും ചെയ്ത് വരുമ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പിലേക്ക് എത്തിക്കോളും കേട്ടോ. എനിക്കിത് ചെയ്യാൻ അറിയത്തില്ലെന്നൊന്നും വിചാരിക്കേണ്ട, ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആ ഒരു ഷേപ്പിൽ എത്തിപ്പെടും. കാരണം ഇതിന് ഓൾറെഡി ആ ഒരു ഷേപ്പാണ്, അതുകൊണ്ട് അങ്ങനെ എത്തിപ്പെടും കേട്ടോ. അപ്പോൾ അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഓരോ റൈൻ സ്റ്റോണുകളും ഒക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ അടുത്തേക്ക് പിടിപ്പിച്ച് കഴിഞ്ഞു. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്കുള്ള റൈൻ സ്റ്റോൺ പിടിപ്പിച്ചുണ്ട്. ഈ റൈൻ സ്റ്റോൺ ആണ് ഈ കിടന്ന് തിളങ്ങുന്നത്. നിങ്ങൾ കണ്ടോ? റൈൻ സ്റ്റോണോട് വെച്ചപ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും റൈൻ സ്റ്റോണോട് വെച്ച് കൊടുക്കാൻ മറക്കരുത്. കാരണം നേരിട്ട് കാണാൻ ഭയങ്കര രസമായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇവിടുത്തെ വെട്ടത്തിൻ്റെ ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റാത്തത്. അതുപോലെ തന്നെ ഇതിന് ഞാൻ ഉപയോഗിക്കുന്നത് ഗ്രീൻ കളറിലെ ഷോള് തന്നെയാണ്. നല്ല കളറല്ലേ? ഈ ഗ്രീനിൽ നിന്നും ഇച്ചിരി വ്യത്യാസമായിട്ടൊരു കളറാണിത്. അതായത് എനിക്ക് തോന്നുന്നു റോസ് സിൽക്കാന്ന് തോന്നുന്നു ഈ ഫാബ്രിക്. അതുകൊണ്ട് തന്നെ ഇതിൽ ഏകദേശം ഒരു ഇച്ചിരി കൂടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു ഗ്രീൻ കളറാണ്. അതിൽ ഗോൾഡ് ബോർഡറും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. അപ്പം ഞാൻ ഇതിൽ ഇതുപോലത്തെ സിമ്പിൾ മിറർ വർക്ക് കൂടെ ചെയ്തു കൊടുത്തു. ഇത് ഈ ഷോളിൽ മിറർ വർക്ക് ഒന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് പ്ലെയിൻ ആയിരുന്നു. പക്ഷേ ബോർഡർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ ഇതിലേക്ക് ഇതുപോലത്തെ മിറർ വർക്ക് കൂടെ ജസ്റ്റ് ചെയ്ത് കൊടുത്തു. ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതല്ലേ? ഇത് ചെയ്ത് കഴിയുമ്പോഴേക്ക് വേറൊരു ലുക്കിലേക്ക് മാറുന്നുണ്ടോ ഷോള്? നല്ല രസമില്ലേ കാണാൻ? അപ്പോൾ ഇപ്പോഴാണ് ഇതിന് ആപ്റ്റായത്. കാരണം ഇതിൻ്റെ ഈ മിറർ വർക്കും എല്ലാം കൂടി ഇപ്പോൾ ഒരു മാച്ചായില്ലേ? എനിക്ക് തന്നെ തോന്നുന്നു. താങ്ക് യു. ഇത് വാച്ച് ചെയ്തതിന് ഒരുപാട് നന്ദി കേട്ടോ. നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്യണം. ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡല്ലേ, നമുക്ക് സിമ്പിളായിട്ട് ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. ഇത് കടയിൽ ചെല്ലുക, വാങ്ങുക. ഇപ്പോൾ നമ്മളൊരു സാരി ബ്ലൗസ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അല്ലെങ്കിൽ സാരി ബ്ലൗസ് ആരെ കൊണ്ടെങ്കിലും തയ്പ്പിച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഇതൊക്കെ ചെയ്തെടുക്കത്തില്ലേ? നമുക്ക് ബാക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മുടെ സാരി ബ്ലൗസിൻ്റെ ഒക്കെ ബാക്ക് സ്ലീവ്സിലൊക്കെ ചെയ്താൽ ബ്യൂട്ടിഫുൾ ആയിരിക്കും. എനിക്ക് പറയാൻ വാക്കുകളില്ല. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. അതിനുവേണ്ടിയാണ് ഞാനൊരു മെത്തേഡ് പറഞ്ഞു തന്നെ. ഇത് ചെയ്യാമെന്ന് വിചാരിച്ചതല്ല ഇന്ന്, പക്ഷെങ്കിൽ ഇത് ഒരു കോയിൻസിഡൻസ് ആയിട്ട് എൻ്റെ മുന്നിലേക്ക് ഈ സംഭവം വന്നു. എന്നാൽ പിന്നെ ഇത് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ കരുതട്ടെ. നമുക്ക് ഉടനെ തന്നെ നല്ലൊരു സബ്ജക്റ്റുമായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു. ബൈ.